പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കുന്ന പോലെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേക ആയിരങ്ങളുണ്ട് ഇസ്രായേൽ ലോകം മുഴുവനും. ആ മക്കളെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോയെ, ഇന്ന് ഓപ്പറേഷന് ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട് ഈശോ, അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അവരെ സന്ധിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട്, ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട്. കർത്താവ്, അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട്, അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ചിലർ ഓപ്പറേഷൻ ആകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാവർക്കും ഓരോരുത്തരും അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നുന്നതുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാണ്. ഇന്നലെ വായിച്ച ബാക്കി ഭാഗങ്ങൾ വായിക്കുകയാണ്. സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, അതായത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും. ജ്ഞാനം വർദ്ധിക്കുമ്പോ
ചിലപ്പോൾ ഒരു ആധ്യാത്മികമായ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. ഞാൻ വർദ്ധിക്കുന്നത് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഇപ്പം നമ്മൾ അറിഞ്ഞാൽ, ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ പെട്ടെന്ന് അറിവ് അഹങ്കാരമാണ് ജനിപ്പിക്കുന്നത്. ഒന്ന് കുറഞ്ഞ 8:1 അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു. സ്നേഹമോ ആത്മീയോത്കർഷം വരുത്തുന്നു. അപ്പൊ ഈ അറിവിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇത് അഹന്ത ഉണ്ടാക്കും. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പഠിച്ചിട്ടില്ലെന്ന് പറയും, അവർക്ക് അറിവില്ലെന്ന് പറയും, അഹന്ത ഉണ്ടാക്കും. പട്ടാളക്കാരില്ലേ, വെടിവെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ മറ്റുള്ളവരെ സിവിലിയൻ എന്നേ വിളിക്കത്തുള്ളൂ. സിവിലിയൻ. ഈ സിവിലിയൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവർ പട്ടാളത്തിൽ ചേർന്നിരിക്കണമെന്നാണ് പറയണത്. എന്തെങ്കിലും തരത്തിൽ പ്രൊഫഷണലായിട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അഹന്ത ഉണ്ടാവും. എനിക്ക് തന്നെ സെമിനാരി പഠിക്കുന്ന കാലത്ത് കുറേ നുണകളൊക്കെ വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം പോലെയൊക്കെ ചിലവരൊക്കെ തട്ടിവിടാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ചെങ്കടല പിളർത്തി എന്ന് പറഞ്ഞാൽ അവർ ചെങ്കടല പിളർത്തിയൊന്നും അല്ലത്, അത് വേലിയിറക്ക സമയമായിരുന്നു. അപ്പോഴാണ് മോസസ് കൂട്ടരും ആ വേലിയിറക്ക സമയത്താണ് ചെങ്കടല കടന്നു പോയത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ പറയും. കർത്താവ് 5000 തീറ്റി പറ്റുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അപ്പം വർദ്ധിപ്പിച്ചില്ല, മറിച്ച് പെസഹക്കാലമായിരുന്നു. അതിൽ ജെറുസലേമിലേക്ക് പോയ ആൾക്കാരുടെ എല്ലാം അപ്പം ഉണ്ടായിരുന്നു, അവരോട് പങ്കുവെക്കാനാണ് ഈശോ പറഞ്ഞതെന്ന് വിമോചന ദൈവശാസ്ത്രജ്ഞന്മാർ പറയും. ഇങ്ങനെ പുതിയ പുതിയ നോളജുകൾ വരുമ്പോൾ ഇത് കേൾക്കണവർക്കില്ല, എന്നാൽ പുതിയ കാര്യം കേട്ടപ്പോൾ അഹന്ത ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ചെറിയ അഹന്തയൊക്കെ, പക്ഷെ ഞാനൊരു കണക്കിന് രക്ഷപ്പെട്ടത്. അതായത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇത് സാത്താൻ സഭയിൽ പ്രവർത്തിച്ചിരിക്കുന്നതിൻ്റെ പിണിയാളുകളായിട്ട് ഇറക്കിയിരിക്കുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി. സുവിശേഷത്തിൻ്റെ ശക്തി ചോർത്തിക്കളയുന്ന എല്ലാ റാഷണലൈസേഷനും യൂറോപ്യൻ സഭ എവിടെയാണ് കൊണ്ടേ ആക്കിയത് അവിടെ നമ്മളെയും കൊണ്ടേ ആക്കും. കാരണം ചരിത്രമൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളിലും ഈ റാഷണലൈസേഷൻ സഭയിൽ വന്നതിന് ശേഷം ദൈവിക പദ്ധതികളുടെ കഴുത്തിനാണ് അത് കത്തിവെച്ചത്. അറിഞ്ഞില്ല. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ നമ്മളിന്ന് എല്ലാ ദിവസവും കാണുന്ന ഒരു സ്ഥലമാണ് കൃപാസനം. പക്ഷെ അത് എന്തുകൊണ്ടാണ് അത്ഭുതങ്ങളായിട്ട് ജനങ്ങൾ ഇന്നും ആശ്വാസം പ്രാപിക്കുന്നത്? ഞാനെന്നൊരു വിശ്വാസി അവിടെ ഈ അത്ഭുതങ്ങളെ അംഗീകരിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ സ്ഥാനത്ത് വേറെ ആൾ വന്ന് ബുദ്ധിപരമായിട്ടാണ് വിഷയം കാണുന്നതെന്നുണ്ടെങ്കിൽ കർത്താവ് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് അയാളെയും ക്ലോസ് ചെയ്യും, പ്രസ്ഥാനം ക്ലോസ് ചെയ്യും. ഒരു സംശയമില്ല കാര്യത്തിൽ. കാര്യം ദൈവികമായ പദ്ധതികളെ എളിമയോടെ അംഗീകരിക്കണം. വിശ്വാസം നമുക്ക് നൽകേണ്ടത് എളിമയും ദൈവിക പദ്ധതികളോടുള്ള ഒരു സമർപ്പണവുമാണ് ശരിക്കും വരണത്. അങ്ങനെ അതല്ലേ അമ്മ പ്രത്യക്ഷപ്പെടാൻ കാരണം. അല്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടു? ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ, ദൈവികമായ ഇടപെടലുകളെയും അതേ ഒരു ഭവ്യതയോടെ കൃത്യതയോടെ ഏറ്റെടുക്കും. അതിന് ഞാനൊരിക്കലും യുക്തി കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് കയറ്റി ദൈവത്തിന് യുക്തിയുടെ ഉപകരണമാക്കത്തില്ല ഒരിക്കലും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ആ വിഷയത്തിൽ. കർത്താവ് ഇന്നും വിടുതൽ നൽകുന്നതിന് അത്ഭുതം പ്രവർത്തിക്കണം. അല്ലാതെ ഒരു കാലത്ത് കർത്താവ് അത്ഭുതം ചെയ്തിരുന്നു, ഇന്ന് ചെയ്തില്ലെന്ന് പറയണത് എന്തൊരു നോൺസെൻസാണ്. ഒരു കാലത്ത് അത്ഭുതം ചെയ്തിരുന്ന കർത്താവ് ഇന്ന് ചെയ്യുന്നില്ലെന്ന് പറയുന്ന കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇന്ന് ചെയ്യാഞ്ഞിട്ടല്ല, ഇന്ന് ചെയ്തിട്ട് കാര്യമില്ലാത്ത അണ്ണന്മാരുടെ എണ്ണം കൂടി. അവിടെയാണ് വിഷയം വേണ്ടത്. അതായത് സിമ്പിളായിട്ട് വിശ്വസിച്ച് ആത്മാർത്ഥമായിട്ട് ദൈവിക വഴികളെ കണ്ടുപിടിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് പോയി. ആര് കളഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ശാസ്ത്രീയ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശാസ്ത്രം കുത്തിക്കയറ്റി സഭാപരമായ കാര്യങ്ങൾ ശാസ്ത്രീയമായി പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി വന്നപ്പോൾ എന്നാ പറ്റി? ആ കപ്പലിനുള്ള കാറ്റും കൊണ്ട് ദൈവത്തിൻ്റെ വഴിക്ക് പോയി. അതല്ലേ സംഭവിക്കുന്നത്. അപ്പം വിശ്വാസത്തെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അറിവ് അഹന്ത ജനിപ്പിക്കും. അപ്പം നിനക്കൊരു അഹന്തയുണ്ടെങ്കിൽ നീ അവിശ്വാസിയാണെന്ന് ഓർക്കണം. എൻ്റെ മക്കളെ, ഇപ്പോഴും നമ്മൾ കർത്താവിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം, എല്ലാത്തിനും മാനുഷിക പരിഹാരമുണ്ട്, ദൈവിക പരിഹാരമുണ്ട്. അപ്പം നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. അപ്പം നമ്മൾ വിചാരിക്കാത്ത ഒരു പുതിയ പരിഹാരം ഒരു വിഷയത്തിന് വരുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വിവേചിക്കണം. അത് ദൈവമാണ് ഇടപെട്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കാത്ത ഒരു പരിഹാരം,
നിങ്ങളുടെ ബുദ്ധിയിൽ ഇല്ലാഞ്ഞ ഒരു പരിഹാരം പെട്ടെന്ന് ഈ വിഷയത്തിലേക്ക് വന്നു ചേരുമ്പോൾ, കാരണം ദൈവത്തിന് നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അതായത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ ചുമ്മാ ഇവർക്ക് കൊണ്ടുവന്ന് വിസ കൊടുക്കണതൊക്കെ കാണാം. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. 12 ലക്ഷം ഏജൻസി 12 ലക്ഷമാണ് പറയുന്നത് വിസ. 12 ലക്ഷം അവർ പറഞ്ഞ് കഷ്ടിപൊട്ടി ഒരു വലിച്ച് പൊടിപ്പിച്ച് വിറ്റും ചുട്ടുമൊക്കെ ഒരു 8 ലക്ഷം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പോകാതിരിക്കാൻ പറ്റത്തില്ല, അത്രയും കടമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഫ്രീ വിസ. അതാണ് ഈ പിന്നിൽ നിന്നുള്ള സ്വരമെന്ന് പറയണത്. ദൈവിക പരിഹാരത്തിന് വേണ്ടി നോക്കി പറയും. വാട്ട് ഇസ് മൈ പോയിൻറ്റ്? എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ ദൈവിക പരിഹാരം ഒരു പരിപാലനയുടെ പരിഹാരം ഉണ്ടാകുന്ന മുമ്പ് നിങ്ങളും ദൈവമായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം. റിലേഷനാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾ ഉണ്ടാക്കണം. അതൊരു പ്രശ്നാധിഷ്ഠിതമായ റിലേഷൻ ആകരുത്. കാരണം ദൈവത്തെ നിങ്ങളെ അറിയാം. നിങ്ങൾ ഈ പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് തിരിഞ്ഞു നോക്കത്തില്ലെന്ന് അറിയാം. അത് റെക്ടിഫൈഡ് ചെയ്യണം. നിങ്ങൾക്ക് ദൈവമായിട്ട് ആ റിലേഷൻ വരാൻ പോകുന്ന ഡാമേജുകൾ ആദ്യമേ കയറി റെക്ടിഫൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ സ്വഭാവം ഉണ്ടല്ല, പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനയുള്ളൂ, അല്ലെങ്കിൽ അവർ ടി വിയും കണ്ട് മൊബൈലും കണ്ട് കോമഡിയും കണ്ട് ഇളിച്ചൊക്കെ അങ്ങനെ ഇരുന്നുള്ളൂ, ഒരു പ്രശ്നമില്ല, ഭക്ഷണം കഴിച്ച് മറിക്കിടന്ന് ഉറങ്ങും. അപ്പോൾ നിങ്ങൾ ദൈവത്തിന് അറിയാം പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ദൈവത്തിന് മുമ്പിൽ വരത്തുള്ളൂ. ഇനി പ്രശ്നകാലം കഴിയുമ്പോൾ അവൻ പഴയ അവൻ്റെ വഴിയിൽ കഴിക്കും, ചുമ്മാ പിന്നെ പോകുന്നത്. അത് റെക്ടിഫൈ ചെയ്യണം. അപ്പം നേരത്തെ പറയണം, ദൈവമേ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ വരണമല്ല, എൻ്റെ പ്രശ്നമില്ലാത്തൊരു കാലം വന്നാലും ഞാൻ നിൻ്റെ കൂടെ തന്നെയായിരിക്കും. അതൊരു നിലപാടാണ് ശരിക്കും. ഞാൻ ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വന്നത്, ഞാൻ സമ്മതിച്ചു. പക്ഷേ എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാലം തന്നാലും ഞാൻ നിന്റെ കൂടെ തന്നെയായിരിക്കും. ഇത് പ്രാർത്ഥിച്ച ദൈവമേ, ഇപ്പോൾ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ആശ്രയിക്കുന്നത്. പക്ഷേ എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാലം തന്നാലും ഇതിനേക്കാൾ തീഷ്ണമായി ഞാൻ നിന്റെ വഴികളിലെ സഞ്ചരിച്ചിരിക്കാം. ഇത് ഇതാണ് ഞാൻ ലൂപ്പുകൾ, ഇത് അടക്കണം. കാര്യം ദൈവത്തിനോട് കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ എല്ലാം അറിയാമല്ലോ, വരാൻ പോകുന്ന എല്ലാം അറിയാവുന്ന കാരണം നേരത്തെ തന്നെ. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഉടമ്പടി താമസിക്കുന്നതിൻ്റെ കാരണം അവർ ഉടമ്പടിയിലല്ല. ഉടമ്പടിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഉടമ്പടി സെറ്റാകത്തില്ല. അതിൻ്റെ കോമ്പോണൻസ് എല്ലാം കറക്റ്റാകാം. നിങ്ങൾ രോഗികളെ കാണുന്നുണ്ടോ, അതുപോലെ തന്നെ പത്രം കൊടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യക്ഷീകരണം, കോമ്പോണൻസ് എല്ലാം കറക്റ്റാകാം. പക്ഷേ ദൈവം ഈ സാധനം സെറ്റാകത്തില്ല. സെറ്റാകാത്ത കാരണം ഈ ഒരു കാലം കഴിഞ്ഞാൽ നിൻ്റെ വഴിയെ പോകുമെന്ന് ദൈവത്തിന് അറിയാം. അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ദൈവമായിട്ട് ടെമ്പററി റിലേഷൻസ് സാധ്യമല്ല. നിങ്ങൾക്ക് വേറെ ആരുമായിട്ട് വേണമെങ്കിലും ഒരു താൽക്കാലിക റിലേഷൻസ് ഓക്കെയാണ്, പക്ഷേ ദൈവമായിട്ട് ഒരു താൽക്കാലിക റിലേഷൻസ് ഓക്കെയല്ല. കാര്യം ദൈവത്തിൻ്റെ റിലേഷൻസ് എല്ലാം ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കേണ്ടത്? യു മസ്റ്റ് ബി ഓൾസോ വിത്ത് മീ അൺ ടു ദി ലാസ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്, ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. മത്തായി 28:20. മത്തായി 28:20. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു മോഡ് ഓഫ് റിലേഷൻ അതാണ്. എന്താണ്? അന്ത്യം വരെയാണ്. ടെമ്പററി റിലേഷൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യർ എന്ത് ചെയ്യണം? ദൈവം പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ലൈക്ക് വൈസ് ഐ ഓൾസോ പ്രീസപ്പോസ് ദാറ്റ് യു വിൽ ബി വിത്ത് മീ അൺ ടു ദി ലാസ്റ്റ്. അതായത് എന്നെപ്പോലെ നീയും അന്ത്യം വരെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ധരിക്കുന്നു. ഇടേ വിഷയം. അതുകൊണ്ട് തന്നെ ദൈവമായിട്ട് റിലേഷൻസ് ഒരു ശാശ്വത റിലേഷൻസ് ആക്കി മാറ്റാൻ നോക്കണം. കാര്യം സാന്നിധ്യം ശാശ്വതമായിട്ടാണ് പോണത്. ലൈക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സാന്നിധ്യം സന്തോഷം തമ്മിൽ ബന്ധമുണ്ട്. സങ്കീർത്തനം 16:8 മുതൽ 11 വരെ. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ക്ലിയർ പറഞ്ഞ. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ഉണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതുകൈയിൽ ശാശ്വതമായ സന്തോഷം
സന്തോഷമുണ്ട്. ഇന്ന് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ സങ്കീർത്തനം വായിക്കൊക്കെ മനസ്സിലാകണത് ഈ സന്തോഷം ദൈവം നൽകുന്നത് ശാശ്വതമായ സന്തോഷത്തെയാണ് ദൈവം ഉന്നം വെക്കണത്, ടെമ്പററി അല്ല. ഇപ്പോൾ ഒരു ബിയർ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന കിക്കും, അത് കഴിഞ്ഞ് ആ കിക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല ബോധം വരുമ്പോൾ കൂളായിട്ടിരിക്കണില്ലേ, ചില ആൾക്കാർ പിന്നെയും അടിക്കും. അങ്ങനെ ഉള്ള കൊച്ചു കൊച്ചു സന്തോഷം, കൊച്ചു കൊച്ചു കിക്കല്ല സംഭവം. ദൈവവുമായിട്ടുള്ള ബന്ധം, റിലേഷൻസ് ശാശ്വതമാണ്. അത് എവിടുന്നാണ് വരുന്നത്? സാന്നിധ്യത്തിൽ നിന്നാണ് വരുന്നത്. ശാശ്വതമായ സാന്നിധ്യത്തിൻ്റെ സമ്പൂർണ്ണ ബലമെന്ന് പറയണത് ആ സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ അവിടെ അങ്ങനെ ഒരു ബൈബിൾ അങ്ങനെ വചനമുണ്ട് അല്ലേ, 16:11 എന്താ പറയണത്? അതായത് അങ്ങയുടെ തിരുസന്നിധി സന്തോഷത്തിൻ്റെ പൂർണ്ണതയുണ്ട്. സന്തോഷത്തിൻ്റെ പൂർണ്ണത എങ്ങനെയാണ്? നീ എൻ്റെ വലതുവശത്തുണ്ട്, നീ എൻ്റെ കൺമുമ്പിലുണ്ട്. എന്താണ്? സാന്നിധ്യമാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണത. ഒന്ന് പറഞ്ഞേ. സാന്നിധ്യമാണ് സന്തോഷത്തിന്റെ പൂർണ്ണത. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയുടെ പ്രാർത്ഥനയാണ്. എന്താ കാര്യം? അതൊരു നെറ്റ് ഇഫക്റ്റ് സാന്നിധ്യമാണ്. നിങ്ങൾ പറയുന്ന IELTS പാസ്സായി, ജർമ്മനിയിൽ പോയി, വസ്തു വിറ്റു, വഴി കിട്ടി എന്നൊക്കെ പറഞ്ഞത് തന്നെയില്ല. അങ്ങനെ കൊച്ചു കൊച്ചു പരിപാടികളൊന്നുമില്ല. അതൊക്കെ വലിയ പരിപാടി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പരിപാടി തന്നെയായിരിക്കും. പക്ഷേ ദൈവം ഉദ്ദേശിക്കുമ്പോഴേ അതിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും ഇപ്പം നിങ്ങൾക്ക് എന്തുമാത്രം ദൈവാനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്നത്, അന്നൊക്കെ നിങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പം ഏതാണ് ദൈവാനുഗ്രഹം കിട്ടിയത്, എന്തിനാണ് സന്തോഷം ഉണ്ടായത് പോലും ഇപ്പോൾ ഓർക്കണില്ല, സന്തോഷം പോലും മറന്നുപോയി. ശാശ്വതമായ സന്തോഷം സാന്നിധ്യത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, ശാശ്വതമായ. അതുകൊണ്ട് ഉടമ്പടിയിലൂടെയാണ് ദൈവം ശാശ്വതമായ സന്തോഷം സാന്നിധ്യം വാഗ്ദാനം ചെയ്യണത്. ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ വസ്തു വിൽക്കണമെന്ന് പറഞ്ഞാൽ IELTS പാസ്സാകണമെന്ന് പറഞ്ഞാൽ എഴുതുന്നത്, പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത് സാന്നിധ്യമാണ്. അപ്പോൾ നിങ്ങൾ സാന്നിധ്യത്തിന് വേണ്ടിയാണ് പ്രൈമറി ആയിട്ട് നിങ്ങൾ ദൈവത്തിനെ വെക്കുന്നുണ്ടെങ്കിൽ ദൈവം പറയും, ഇപ്പോഴും നീ ഗോട്ട് എ പോയിന്റ്, ഇപ്പം നിങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ ചെയ്തെന്ന് പറയും. എന്താ കാര്യം? സാന്നിധ്യമാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മറ്റ് കല്യാണം നടക്കുക, കുഞ്ഞുങ്ങളുണ്ടാവുക, പഠനത്തിൽ ജയിക്കുക എന്നുള്ളതെല്ലാം ടെമ്പററി സംഭവമാണ്. ദൈവം അതിനൊക്കെ വലുതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? സാന്നിധ്യമാണ്. അപ്പോൾ ഈ സാന്നിധ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ക്രേവ് ചെയ്യേണ്ടത്. ഇന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഉടമ്പടി വഴി അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും വലിയ വാഗ്ദാനമായ അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞാൻ കൊതിക്കുന്നു. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൽ ശാശ്വതമായി അനുഭവിച്ചുകൊണ്ട് സമ്പൂർണ്ണ സന്തോഷം അനുഭവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. അപ്പോസ്തല പ്രവർത്തനം 2:28 എടുത്തേ. അപ്പോസ്തല പ്രവർത്തനം 2:28. ജീവന്റെ വഴികൾ പറഞ്ഞ ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. ഇപ്പൊ സാന്നിധ്യമാണ് സന്തോഷം. ഉടമ്പടി നമ്മൾ വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സാന്നിധ്യമാണ്. കാര്യം കഴിഞ്ഞ ദിവസം ആൻ്റണി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞു. തൈക്കാട്ടുശ്ശേരിക്കാരനാണ്, എൻ്റെ ഇടവക്കാരനല്ല. ഞാൻ അവിടെ 2 ഇടവക ഉണ്ട്, ലാറ്റിനുണ്ട്, സിറിയൻ കാത്തലിക്കുമാണ്. അപ്പോൾ സിറിയൻ കാത്തലിക്കുള്ള വലിയപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞു. തൈക്കാട്ടുശ്ശേരി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചത്, അപ്പാപ്പന് ഒരു വലിയപ്പനാണ്. അപ്പന് ഹൃദയാഘാതമാണ്, 5 ബ്ലോക്കുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ എന്തോ കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും നെഞ്ചുവേദനയ്ക്ക് മാറ്റില്ല. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ 5 ബ്ലോക്ക് വേറെ ഉണ്ട്. പുള്ളി പെട്ടുപോയി. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് 5 അടി കൂടി നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവൾ ഇരിപ്പുകാരനായിപ്പോയി, വേദനയും കൊണ്ട് ഇരിപ്പുകയാണ്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ മുമ്പിൽ ഒരു സ്വരം, ആൻ്റണി എഴുന്നേറ്റ് റോഡിലേക്ക് വരാൻ പറഞ്ഞു. ഉടനെ ആരാണെന്നറിയാൻ പറ്റില്ല, ആരില്ല, സ്വരമാണ് ഉള്ളിൽ നിന്ന് കേൾക്കണത്. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് നടക്കാൻ പറ്റത്തില്ല, ഡോക്ടർ പറഞ്ഞിട്ട് നടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ആൻ്റണി എഴുന്നേക്കുക എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി കട്ടറിൽ നിന്ന് എഴുന്നേറ്റ് റോഡേ വന്നു. അപ്പോൾ ഒരു 30 മീറ്ററായി. റോഡേ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കാര്യം വേദന ബ്ലോക്കുള്ള ആളാണ്. പിന്നീട് ആൻ്റണി പടിഞ്ഞോട്ട് നടക്കാൻ പറഞ്ഞു. പിന്നെ റോഡേ കൂടി പുള്ളി പടിഞ്ഞോട്ട് നിങ്ങൾക്കറിയാം, ഞാൻ അവിടെ ഇരുന്നത് വലിയ പാലമാണ്, പാലത്തിൽ കയറണം. അപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളവർക്ക് പാലത്തിൽ കയറാൻ പാടല്ലേ. ആൻ്റണിനെ പാലത്തേക്ക് ഇറക്കി ആൻ്റണി നടക്കാൻ പറഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ സ്വരം കേൾക്കും, നടക്കൂ പേര് വിളിച്ചാൽ പറയണത്, ആൻ്റണി നടക്കൂ. ആൻ്റണി നടന്ന് തുറവ് കവലയെത്തി. അപ്പോൾ എത്രയായി? 5 കിലോമീറ്ററായി. വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ, 5 അടി പോരാൻ പറ്റാത്ത ആളെ പേര് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് 5 കിലോമീറ്റർ നടത്തി തിരിച്ചു കൊണ്ടുവന്നാക്കി. ഇത് ഉടമ്പടിക്കേ പറ്റത്തുള്ളൂ. കാര്യം എന്താണ്? ഈ ഉടമ്പടി മാത്രമേ പാക്കേജ് ഉള്ളൂ. എന്താണ്? ഞാൻ നിൻ്റെ കൂടെ
ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. അല്ലേ? നമ്മൾ ജോഷുവ 1:9 വായിക്കണില്ലേ? വായിച്ച ജോഷുവ 1:9 നിന്റെ ദൈവമായ കർത്താവ്, പറഞ്ഞ നിന്റെ ദൈവമായ കർത്താവ്, നിന്റെ ദൈവമായ കർത്താവ്, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കൈയടിച്ച് കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലൊരു വചനമാണ് മോസസിനോട് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഉടമ്പടിയുടെ ആണി വചനങ്ങളാണ്. 33:14 പുറപ്പാട് പുസ്തകം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ആശ്വാസം മാത്രമല്ലേ, ധൈര്യം നൽകും എല്ലാ തരത്തിലും സന്ധിക്കും. അതായത് എൻ്റെ മക്കൾ എന്തിനാ ഞാൻ ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ആൾക്കാർ ഉടമ്പടിയുടെ യഥാർത്ഥ കേന്ദ്രത്തിൽ ചെന്നിട്ടില്ല. ഇന്ത്യ വരെ, ആഗ്ര വരെ ചെന്നിട്ട് താജ്മഹൽ കണ്ട് പോകുന്ന പോലെ വരെ ആൾക്കാരും ചെയ്യിക്കുന്നത്. അപ്പുറത്ത് ഡൽഹി ഉണ്ടല്ലോ, തലസ്ഥാനത്ത് പോയിട്ടില്ല ആൾക്കാർ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം. ഉടമ്പടിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൊതി എന്താണെന്ന് അറിയാമെന്ന്, നമ്മുടെ കൂടെ സഞ്ചരിക്കുക, ജീവിക്കുക, സാന്നിധ്യം നൽകുകയാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം അതാണ് ലക്ഷ്യം ദൈവത്തിൻ്റെ. നിൻ്റെ പ്രശ്നങ്ങളെല്ലാം ദൈവത്തിൻ്റെ മാർഗമാണ്. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിൻ്റെ കൂടെ, എൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നീ അതിന് പ്രാധാന്യം കൊടുത്താണ് ഉടമ്പടിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കർത്താവേ നീ എന്നെ വിട്ടു പിരിഞ്ഞു പോകരുത്, എൻ്റെ കൂടെ ഉണ്ടാകണം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ധ്യാനിപ്പിച്ചപ്പോഴേ അപ്പോസ്തലന്മാർ സന്ധ്യയായപ്പോൾ കർത്താവ് പറഞ്ഞ എമാവൂസ് ശിഷ്യന്മാരില്ലേ, പണപോക്ക് സന്ധ്യയായി. അപ്പോൾ യേശു മുന്നോട്ട് നടക്കുന്നതായിട്ട് ഭാവിച്ചു എന്നാണ് പറയണത്. അപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു, സന്ധ്യയായി, നീ ഞങ്ങളോടൊത്ത് വസിച്ചാലും. തിരിച്ച് വിളിച്ചില്ലെങ്കിൽ ആ ഒരു പോക്കും പോകും. അതാണ് വിഷയം. സാന്നിധ്യം വിളിച്ച് ചേർക്കേണ്ടതാണ്, അല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതല്ല. അതിന് വ്യക്തമാണ്. ആ ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ലൂക്ക 24:29 അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് കൂടെ താമസിക്കുവാൻ കയറി. നമുക്കൊക്കെ വരുന്നൊരു പ്രശ്നമുണ്ടല്ലോ, നേരെ എപ്പോൾ വേണമെങ്കിലും വൈകാം. 5 മണി വരെ 6 മണി വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. രാവിലെ തന്നെ നേരം വൈകും. നമുക്ക് രാവിലെ അതിന് എഴുന്നേൽക്കുമ്പോൾ തന്നെ കുഞ്ഞിന് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ആ കുഞ്ഞിന് ജന്നി പിടിച്ചിട്ട് അവൻ തളർന്നു പോയി രാവിലെ. അപ്പം തന്നെ നേരം വൈകി. അപ്പം തന്നെ അമ്മയുടെ സന്തോഷത്തിൻ്റെ അസ്തമയമായി, നേരം വൈകില്ലേ. അവളാണെങ്കിൽ കൊന്നെന്ന് പറഞ്ഞാൽ കൃപാസനത്തിൽ പോകത്തില്ല. എന്താ പോകാത്തത്? അനിയത്തിയുമായിട്ട് ഇടിയാൻ. അനിയത്തി പറയും, നീ കൃപാസനത്തിൽ പോ. പിന്നെ മാതാവിന് കാശ് കൊടുത്തിട്ടാണ് മാതാവിനെ ധരിക്കണത്. മാതാവ് ഞങ്ങളുടെ നാട്ടിലുണ്ട്, നീ അത് ആ കൃപാസനത്തിൻ്റെ കാര്യം നിങ്ങളുടെ പറഞ്ഞു പറയേണ്ട കാര്യം. കാര്യം ഈ പത്രവും ചിലരൊക്കെ സാധനമൊക്കെ പത്രമൊക്കെ വാങ്ങിക്കട്ടെ. നമ്മളെ സ്വസ്ഥ കാഴ്ച പോലെ എടുക്കുകയും ചെയ്യാം. പിന്നെ പത്രം നമ്മൾ പുറത്തടിക്കണ കാരണം അതിൻ്റെ പൈസ വാങ്ങിക്കുന്നുണ്ട്, നമ്മൾ ഇനിയും അടിക്കണമല്ല. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ ഒരു സാധനവും സംഭാവനയോ സ്വസ്ഥ കാഴ്ച ഒരു സാധനം നിങ്ങൾക്കത് വായിക്കണില്ലല്ലോ. ഇവിടെ ആരും വേണ്ടി നിൽക്കണ വില എഴുതി വെച്ചിട്ട്, കുർബാന പണം പോലും എഴുതി വെച്ചിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 30 ലക്ഷം രൂപ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാം ഒരു മാസം, അത്രയും വരുമാനം വേണ്ടി. അത് വാങ്ങിക്കണില്ല. അത് എന്താ വാങ്ങിക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ, ഇപ്പോൾ കാശായില്ലേ, അത് സ്വർണ്ണമാണെന്ന് വിചാരിച്ചോ? ആരെങ്കിലും വിൽക്കുമോ? അത് കൊടുത്താൽ കാശ് കിട്ടും വിചാരിച്ചിട്ട് വിൽക്കത്തില്ല. അത് കർത്താവിൻ്റെ തിരുരക്തം കുദാശ ചെയ്യണതാണ്, അതിന് വിലയിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ വരെ എടുത്ത തീരുമാനം, ഇപ്പം നാളെ മാറിയിട്ട് ചിലപ്പോൾ എന്ന് പറയാം, വെച്ചാൽ ഇവർ ഇത് തന്നെ അവർക്ക് റീഫണ്ട് ചെയ്യുവച്ചാൽ ചില വന്ന് ഉപദേശിക്കും, മീഡിയ മാൻ വന്ന് ഉപദേശിക്കും, നിങ്ങളുടെ യൂട്യൂബിൻ്റെ വരുമാനം കൂട്ടാൻ വേണ്ടി അവർ തരുന്ന പൈസ നിങ്ങൾ കാശ് വാങ്ങിക്കേണ്ട, മറിച്ച് അത് അവർക്ക് റീഫണ്ട് ചെയ്യും. എന്നിട്ടത് യൂട്യൂബിൻ്റെ പ്രൊമോഷൻ വേണ്ടി എടുക്കുക. അങ്ങനെയൊക്കെ വല്ല ചിന്ത ഇപ്പോൾ ഉണ്ട്. നമ്മൾ പൈസ 5 പൈസ വാങ്ങിക്കത്തില്ല, തിരിച്ച് കമ്പനിക്ക് തന്നെ അവർ പൈസ തരണ്ട. അതിന് ആ പൈസക്ക് അവർ നമ്മുടെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇപ്പോൾ വീഡിയോ ഉപദേശകർ ഇവിടെ വരുന്നുണ്ട്. ഞങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കണം. പക്ഷേ പ്രാർത്ഥിച്ച് മെസ്സേജ് എടുത്താൽ മാത്രമേ നടപ്പിൽ വരുത്തുള്ളൂ. പക്ഷേ അതിൻ്റെ 5 പൈസ നമ്മൾ ഈ സ്ഥാപനം മേടിക്കത്തില്ല ഒരിക്കലും. കാര്യം അത് കർത്താവിന്. അപ്പോൾ അങ്ങോട്ട് തന്നെ എടുക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്ത് പോകണമെങ്കിൽ ലക്ഷങ്ങളിലേക്ക് പെട്ടെന്ന് കർത്താവിൻ്റെ വചനം എത്തും. അപ്പോൾ നമ്മളതിന് വേണ്ടിയാണ് ഈ കട്ടപ്പാട് ഗുണം. നിങ്ങളെ കൊണ്ടൊക്കെ ഓരോ സ്ഥലത്തും പത്രമൊക്കെ കൊടുപ്പിക്കേണ്ട ഉദ്ദേശം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയണം, അറിഞ്ഞവർ ആഴപ്പെടണം. അതിന് മനസ്സുള്ള ആൾക്കാരെ സന്തോഷത്തോടെ ചെയ്യും, ദൈവം അവിടെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യും. അത് കൃത്യമായ അനുഭവങ്ങളല്ല നമുക്കുള്ളത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് നമ്മുടെ കൂടെ സാന്നിധ്യം നൽകണം എന്നുള്ളതാണ്. പിന്നെ ദൈവത്തിൻ്റെ 2 മനസ്സിലിരിപ്പുണ്ട്. ഹിഡൻ അജണ്ട എന്ന് നമ്മളൊക്കെ നാട്ടുകാർ പറഞ്ഞ പോലെ 2 ഹിഡൻ രഹസ്യമായ ഗൂഢ മനസ്ഥിതിയുണ്ട്. ഒന്ന്, നമ്മുടെ കൂടെ നിത്യമായിട്ട് ദൈവം സാന്നിധ്യമായിട്ട് ചെയ്ത് ജീവിക്കണം. അതിനാണ് ഉടമ്പടി ദൈവം വെച്ചിരിക്കുന്നത്. 2ാമത് വെച്ചിരിക്കുന്നത് നമ്മൾ നിർബന്ധിക്കണം. അതാണ് വിഷയം. അല്ല വെറുതെ ദൈവം വന്ന് നമ്മുടെ കൂടെ താമസിക്കത്തില്ല. ഈ നിർബന്ധമാണ് പലപ്പോഴും നമ്മളെ പലതരത്തിൽ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ മാറ്റണം. ഒരു നിർബന്ധമാണ്. കർത്താവെ, ഞാൻ 100 പേരെ അങ്ങയെ അറിയിക്കും, അങ്ങ് എന്നെ വിട്ട് പിരിഞ്ഞു പോകരുത്. കർത്താവ്, ഞാൻ രോഗികൾക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും, അങ്ങ് എന്നെ വിട്ട് പിരിഞ്ഞു പോകരുത്.
കർത്താവ് ഞാൻ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി രോഗികളെ കാണും. കർത്താവ് നീ എന്നെ വിട്ട് പിരിഞ്ഞു പോകരുത്. അപ്പം നമ്മുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനം പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? കർത്താവ് നീ എൻ്റെ കൂടെ വസിക്കണം. എല്ലാ പ്രേക്ഷിത പ്രവർത്തനവും നീ നിൻ്റെ പരീക്ഷ, വീട്, വസ്തു അതൊക്കെ കർത്താവ് നോക്കിക്കൊള്ളും. നീ പ്രാധാന്യം കൊടുക്കണം എന്താണ്? കർത്താവ് ഞങ്ങളോടൊത്ത് വസിക്കുക. താരം എന്താണ്? നേരം വൈകുന്നു, സൂര്യൻ അസ്തമിക്കാറായി. ഓരോ നിമിഷവും അസ്തമയം വരുമ്പോഴേ കർത്താവിനെ വിളിക്കാൻ കാലമായെന്ന് ചിന്തിച്ചിട്ട് അത് വെറുതെ വിളിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ പ്രവർത്തിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ കർത്താവിനെ നിർബന്ധിക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ കൂടെ വസിക്കാൻ. കാര്യം ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? സാന്നിധ്യം. പ്രാർത്ഥിക്കുക, കർത്താവേ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ദൈവിക ലക്ഷ്യമായ ദൈവ സാന്നിധ്യത്തിലെ ജീവിക്കാൻ വേണ്ടി എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ, പ്രവർത്തനങ്ങളെ, ഉടമ്പടി ജീവിത രീതിയെ അങ്ങ് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്നിൽ വസിക്കണമേ. എന്റെ സഹസഞ്ചാരിയായി കൂടെ നടക്കണമേ. ചിലർ എഴുന്നേൽക്കുക. ഓരോ രോഗങ്ങളും പീഡകളും എല്ലാം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ മക്കളെ സ്തുതിച്ചോണ്ടിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പ അങ്ങനെ തിരുമുറുവാർന്ന വരതുകരം, അങ്ങനെ തിരുക്കുമാരന്റെ തിരുമുറുവാർന്ന വരതുകരം ഇപ്പോൾ ജനത്തിന് വേണ്ടി നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങ് പുത്രനായ യേശുക്രിസ്തു നാമത്തിലെ അപ്പോസ്തലന്മാരെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ രോഗികളായിട്ടുള്ളവരെ സ്പർശിക്കണം, അളജ രോഗികളെ സ്പർശിക്കണം. അപ്പൊ എത്രയോ മരുന്ന് കഴിച്ചിട്ടും ഒരു പരിഹാരമില്ലാതെ, ഡോക്ടറിനെ പോലും ഇനി എന്താണ് ചികിത്സ എന്നറിയാതെ, ഇനി ആശുപത്രിയിലോട്ട് വരണ്ട, ഇനി എന്താണ് മരുന്ന് അറിയാൻ പാടില്ലാതെ ഡോക്ടർ പോലും ഞങ്ങളുടെ മുഖത്ത് നോക്കി ഉത്കണ്ഠപ്പെടുന്ന സമയങ്ങളിൽ ഞങ്ങളുടെ നേരം വൈകുന്നു. അപ്പ നാളെ ഈ നിമിഷം സൗഖ്യമായി, ഈ നിമിഷം കരുത്തായി ഞങ്ങളുടെ കൂടെ വസിക്കണമേ. സാക്ഷികളാക്കി ഞങ്ങളെ ശിരസ് നമിച്ച് ദിവികാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.